മലയാളത്തിലെ കഴിവുറ്റ നടന്മാരിൽ ഒരാളാണ് ബിജു മേനോൻ. അദ്ദേഹം സിനിമയിൽ വന്ന കാലം മുതൽ വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ റോളുകളും നായക വേഷങ്ങളും കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകമായൊരു ആരാധക വൃന്ദത്തെ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സ്വതസിദ്ധമായ തനതായ അഭിനയ ശൈലിയിലൂടെ നർമ്മവും ആക്ഷനും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ബിജു മേനോന്റെ തുടക്കകാലം ഇന്നത്തെ പല പ്രേക്ഷകർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അദ്ദേഹം മലയാളത്തിലെ ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. ഒരു കാലത്ത് കേബിൾ ചാനലുകളുടെ ലഭ്യതയ്ക്ക് മുൻപ് ദൂരദർശൻ്റെ സുവർണകാലത്ത് അദ്ദേഹം അഭിനയിച്ച ടെലിവിഷൻ സീരിയലുകൾ ഒരുപക്ഷെ അന്നത്തെ പ്രേക്ഷകർക്ക് സുപരിചിതമായിരിക്കും. മിഖായലിൻ്റെ സന്തതികൾ, നിങ്ങളുടെ സ്വന്തം ചന്തു, ഇങ്ങനെയുള്ള സീരിയലുകൾ ഒരു എവർഗ്രീൻ സീരിയലുകൾ തന്നെയായിരുന്നു. അതും ഇന്നത്തെ നിലവാരമില്ലാത്ത സാംസ്കാരിക മാലിന്യങ്ങളായ സീരിയലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ സീരിയലുകളിലൂടെ അദ്ദേഹം മധ്യവർഗ കുടുംബങ്ങളുടെ കണ്ണിൽ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയായി മാറിയിരുന്നു. ദൂരദർശൻ ചാനലുകളിലെ സീരിയലുകൾക്ക് വളരെ നിലവാരമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്തരം സീരിയലുകളിൽ അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ നേട്ടമായിരുന്നു. അതുപോലൊരു നടനായിരുന്നു നമ്മുടെ പ്രേംകുമാറും. ആ കാലഘട്ടത്തിൽ ടെലിവിഷൻ സ്റ്റുഡിയോകളിലെ കർശനമായ ഓഡിഷനുകൾ മറികടക്കാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഇതിലൊക്കെ അഭിനയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ബിജു മേനോന്റെ ഈ ദൂരദർശനിലെ സീരിയലുകളെല്ലാം തന്നെ, അതിലെ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം തന്നെ സിനിമാ മേഖലയിലുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. മിഖായലിന്റെ സന്തതികൾ എന്ന ഒരു സീരിയൽ, മിഖായലിന്റെ സന്തതികൾ എന്ന സീരിയലിന്റെ രണ്ടാം ഭാഗമായി ഇറങ്ങിയത് സിനിമയിലൂടെയായിരുന്നു. പുത്രൻ, അതാണ് ബിജു മേനോന് മലയാള സിനിമയിലേക്കുള്ള വഴി തുറന്നത്. മിഖായലിന്റെ സന്തതികളിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ അതിന്റെ രണ്ടാം ഭാഗമായ പുത്രനിൽ അഭിനയിക്കാനും ബിജു മേനോന് വഴിയൊരുങ്ങി. കാരണം ആ സീരിയലിൽ അഭിനയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹത്തിന്റെ സൗന്ദര്യവും ഒക്കെ സിനിമാ മേഖലയിലെ പരിചയസമ്പന്നർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുത്രൻ എന്ന സിനിമയിൽ അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സിനിമയിലേക്കുള്ള വഴിത്തിരിവായിരുന്നു. ബിജു മേനോൻ തൻ്റെ സംവിധായകനെ നിരാശപ്പെടുത്താതെ തൻ്റെ ഹൃദയവും ആത്മാവും നൽകി ആ വേഷത്തെ മനോഹരമാക്കി. ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ അഭിനയം സിനിമാ പ്രേമികൾ പ്രശംസിച്ച ഒന്നായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കാതെ മലയാള സിനിമയുടെ ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കാരണമായതും ആ തുടക്കം തന്നെയായിരുന്നു. ഇന്ന് ഈ 2025 നിൽക്കുമ്പോൾ കഴിവുള്ള നടന്മാരുടെ ഗണത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്.